ഫോർ എക്സാമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വില്ലേജിൽ ഇപ്പോൾ ഒരു 10-25 കൊല്ലം 30 കൊല്ലം ഇടയിൽ വന്നതാണ്. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല, അറിയില്ല. രാവിലെ എണീച്ച ഒരു കാപ്പി കുടിക്കും, അത് കഴിഞ്ഞാൽ 10 മണിക്ക് ഊണ് കഴിച്ചുള്ളൂ എല്ലാവരും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ടിഫിൻ എന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് മേലെ 4 മണിക്കാണ്. 4 മണി 3 മണിക്ക് അത് ഒരു കാപ്പിയും ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള സാധനം. അത് രാത്രി ഒരു 7 മണി 8 മണിക്ക് മുമ്പ് എല്ലാവരും ആഹാരം കഴിച്ച് കിടന്നത്. മെയിൻ 2 ഫുഡ് ഒരു ദിവസം ഉള്ളൂ. മെയിൻ 2 ഫുഡ് ഒരു ദിവസം ഉള്ളൂ. രണ്ട് ഊണ് 2 മീൽസ് 2 2 കാപ്പി, ഒരു ടിഫിൻ. അതാണ് ഈവനിങ് ഒരു ടിഫിൻ കഴിക്കുന്നത്. ഇപ്പോൾ ഒരു 10-30 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ കൂടുകയാണല്ലോ, ഷുഗർ, കൊളസ്ട്രോള്, BP ഒക്കെ. അപ്പൊ അവർ പറയുന്ന മെയിൻ ഫുഡ് കൊണ്ടാണത് വരുന്നതെന്ന് പറയുന്നു. അതെ, ഈ ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ്, അതൊക്കെയാണ് ഇത് കാരണം. അദ്ദേഹം ഉണ്ടല്ലോ, നോ BP, നോ ഷുഗർ, നോ കൊളസ്ട്രോൾ, നത്തിങ് മെഡിസിൻ. ഈ 87 വയസ്സ് വരെ അദ്ദേഹത്തിന് ഒരു മരുന്നില്ല. അതുകൊണ്ട് സാറിന് 87 വയസ്സായി, BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു മെഡിസിൻ കഴിക്കുന്നില്ല. ഡോക്ടർമാരെ അതിശയപ്പെടുകയാണ്. ഡോക്ടേഴ്സിന് ഒരു അതിശയാണെന്നാ പറയുന്നത്. കാരണം അദ്ദേഹം ജങ്ക് ഫുഡ് കഴിക്കില്ല. അദ്ദേഹത്തിന്റെ ഫുഡിന് ഒരു കണക്കുണ്ട്. ഒരു ദിവസം 2 കാപ്പി, 2 മീൽ, അത് പ്യുവർ വെജിറ്റേറിയൻ. അതും വീട്ടിലെ ഫുഡാണ് അദ്ദേഹം കഴിക്കുക. ഒത്തിരി റെസ്പെക്ട് തോന്നുന്നതാണ്. വെരി സിസ്റ്റമാറ്റിക് ആണ്. ഒരു സാധനം അദ്ദേഹം കഴിക്കുന്ന സമയമല്ലാണ്ട് വേറെ കൊടുത്താൽ എന്ത് കൊടുത്താലും കഴിക്കുകയില്ല. എക്സസൈസ്, വാക്കിംഗ് പോവും. ഇപ്പൊ കുറച്ചായിട്ട് ഒരു ഫാസ്റ്റ് ആയിട്ടൊന്നും നടക്കാൻ വയ്യ. അമ്പലത്തേക്ക് പോവും, കടയ്ക്ക് പോവും, അത്യാവശ്യം ഒക്കെ പോകും. ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്ന പോലെ നമ്മള് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അസുഖമാണ് ഷുഗർ, കൊളസ്ട്രോൾ. കഴിയുന്നതും ഞങ്ങൾ പുറത്തുനിന്ന് ആഹാരമൊന്നും, കല്യാണത്തിനൊക്കെ പോയാൽ വരും, ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കും, വീട്ടിലേക്ക് വരും. ഒന്നും കഴിക്കില്ല, വീട്ടിൽ വന്നതിനെ കഴിക്കും. അതെ, കഴിയുന്നതും. വെളിച്ചെണ്ണ അത്യാവശ്യം ഉപയോഗിക്കും, നല്ലെണ്ണ ഉപയോഗിക്കും, കടലെണ്ണ ഉപയോഗിക്കും, അത്ര തന്നെ. പിന്നെ വറവൊക്കെ എപ്പോഴെങ്കിലും ഒരു വിഷയം, പപ്പടാമോ അതൊക്കെ എന്തെങ്കിലും കാഴ്ച. അല്ലാണ്ട് റെഗുലറായിട്ട് വെജിറ്റബിൾ നിറയെ ഉണ്ടാക്കും. പഴങ്ങൾ, ഫ്രൂട്ട്സ് എല്ലാം മകൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കളയും. അവിടെ നിന്ന് എല്ലാ ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കും. സിക്നെസ്സിനെ പറ്റി പറഞ്ഞല്ലോ. മെയിനായിട്ട് ഒരു റീസൺ എന്താന്ന് വെച്ചാൽ 99% ഓർ ഈവൻ 100% കൂടിയും നോൺ വെജിറ്റേറിയൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്യില്ല. ഇപ്പോൾ മോഡേൺ യങ്സ്റ്റേഴ്സൊക്കെ അതും നോൺ വെജിറ്റേറിയൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കും, ടൗണിൽ പോയി കഴിക്കും എന്നല്ലാതെ വില്ലേജിൽ സ്ട്രിക്റ്റായിട്ട് 100% ആളുകളും അതാണ് ഫോളോ ചെയ്യണത്. പായസമൊക്കെ കഴിക്കില്ലേ? അദ്ദേഹം ഷുഗർ ഇല്ലല്ലോ, ഇഷ്ടം പോലെ കഴിക്കാം. പക്ഷേ ഒരു ലിമിറ്റായിട്ടേ കഴിക്കുള്ളൂ. എൻ്റെ മരുമകൾ എപ്പോഴും പറയും, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ കഴിക്കാം, ഒന്നും കഴിക്കില്ല. പക്ഷെ നമ്മൾക്ക് എല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്, നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല പറയും.